എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ രാവിലെ വാർത്ത കേൾക്കാനായിട്ട് ചാനൽ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയും അത് കഴിയുമ്പോൾ കലാലയങ്ങളിൽ നിന്നുണ്ടായ റാഗിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന പീഡന പരമ്പരകളുമാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ വിദ്യാർത്ഥികളുടെ പോക്ക് പേടിക്കേണ്ട ഒരു തരത്തിലേക്കായി മാറിയിരിക്കുകയാണ്. സ്വന്തം സഹപാഠികൾ തൻ്റെ മുന്നിൽ കേണപേക്ഷിക്കുമ്പോഴും അവരുടെ വേദനയിൽ ആനന്ദിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമുക്ക് ഇടയിൽ വളർന്നു വരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. മനുഷ്യത്വം എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അംശം മനുഷ്യത്വം ഈ ഹൃദയങ്ങളിലൊന്നും ഇല്ല എന്നറിയുമ്പോൾ സത്യത്തിൽ ഭയപ്പെടുകയാണ്. ഇനിയുള്ള ആളുകൾ എന്ത് വിശ്വസിച്ചാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്നും മക്കളെ വിദ്യാലയങ്ങളിലേക്ക് അയച്ചു വിടുക? അല്പനേരത്തെ ആനന്ദത്തിന് വേണ്ടി ഒരു കുടുംബത്തിൻ്റെ കണ്ണീരാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് ഈ സഹപാഠികൾ അറിയാതെ പോകുന്നത് എന്തുകൊണ്ട്? അവരുടെ വീടുകളിലും അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ഉള്ളതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് ആനന്ദിക്കുന്ന ഒരു പ്രവണത? അത് കഞ്ചാവിനാണോ, മയക്കുമരുന്നിനാണോ, മദ്യത്തിനാണോ നമ്മളുടെ മക്കൾ അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യത്വം മരവിച്ച രീതിയിൽ ജീവിക്കാൻ മുന്നോട്ട് പോകുന്നത്? ഏത് വിധത്തിലാണ് ഇതിനെയെല്ലാം ചെറുക്കേണ്ടത് എന്ന് നമുക്കൊന്നും ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. നമ്മളുടെ ഭരണഘടനാ സംവിധാനത്തിൽ എല്ലാ കുറ്റകൃത്യങ്ങൾക്കുമുള്ള നീതിന്യായ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടോ കലാലയ രാഷ്ട്രീയത്തിൽ മുതലെടുക്കപ്പെടുന്നത് ഓരോ വീട്ടിലെയും വിദ്യാർത്ഥിയാണെങ്കിൽ അതിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതും മറുത്തൊരു വീട്ടിലെ വിദ്യാർത്ഥിയാണ് എന്നുള്ള വേദനാജനകമായ സത്യം കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും നമുക്ക് ചേർന്നതല്ല. നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഓരോ ശിക്ഷയും തക്കതായ കാഠിന്യമുള്ളതായി മാറണമെന്ന് ഒരഭിപ്രായം നിങ്ങൾക്കെല്ലാവർക്കും തോന്നുന്നില്ലേ? എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇനിയുള്ള കുട്ടികൾക്ക് ആ കലാലയങ്ങളിൽ പേടിയില്ലാതെ പഠിക്കണമെങ്കിൽ ഇതിനെല്ലാം മുതിർന്ന വിദ്യാർത്ഥികൾ കർശനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാകണ്ടേ? അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മളുടെ കലാലയങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മളുടെ മക്കൾ ബോധവാന്മാരാവണം. സ്വന്തം ശരീരത്തിന് വേദനിക്കുന്ന അതേ പ്രവണതയാണ് അടുത്തവൻ്റെ ശരീരത്തിൽ ഞാൻ കുത്തി മുറിവേൽപ്പിക്കുമ്പോഴുണ്ടാവുന്ന വേദനയും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവണം. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള അക്രമവാസനയുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ആ കലാലയത്തിനകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കണം. ഇന്നൊക്കെ രാവിലെ എണീറ്റ് ഓരോ അമ്മമാരുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീര് വാർത്തയിൽ നമ്മളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വേദന തോന്നി. എൻ്റെ മോൻ കുട്ടിയാണ്, എൻ്റെ മോൻ കൊച്ചാണ്. ആ ഒരു പ്രവണതയോടെയാണ് അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത്. ആ മക്കളെയാണ് ഇന്നലെ വരെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ അവർ ഇന്ന് ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് വളരെ മൃഗീയമായി ഉപദ്രവിച്ച് വസ്ത്രം വരെ വലിച്ചൂരിക്കൊണ്ട് നഗ്നരാക്കി ഫോട്ടോ എടുത്ത് ആനന്ദിച്ചുകൊണ്ട് ആ കുട്ടികൾ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊല ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിമാറുന്നത്. ഒന്നുകിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്നു, അതല്ലെങ്കിൽ അവരാൽ കൊല്ലപ്പെടുന്നു. രണ്ട് തന്നെ ചെയ്താലും നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ യുവതലമുറയ്ക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എത്ര മയക്കുമരുന്നിനും എന്തിനൊക്കെ നമ്മൾ അഡിക്റ്റായാലും സ്വന്തം കുടുംബത്തിനെയും അടുത്ത കുടുംബങ്ങളുടെ കണ്ണുനീരും ഏറ്റുവാങ്ങാൻ നമ്മളാരും മുതിരാതിരിക്കാൻ നമ്മളുടെ മക്കളെ നമ്മളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്.